ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ മരണസംഖ്യ 569ആയി. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹെസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖുബായിസി കൊല്ലപ്പെട്ടതായി ഹെസ്ബുള്ള സ്ഥിരീകരിച്ചു. വടക്കൻ ഇസ്രായേലിലേക്ക് ഹെസ്ബുള്ള പ്രത്യാക്രമണം നടത്തി. ലെബനന്റെ പരമാധികാരത്തിനുമേലുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ലെന്ന് അറബ് രാജ്യങ്ങളും ചൈനയും പ്രതികരിച്ചു. അമേരിക്കയും റഷ്യയും ഫ്രാൻസും സംഘർഷത്തിന് അറുതി വേണമെന്ന് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ദിവസവും നിരവധി പേർ കൊല്ലപ്പെടുന്നു. ഇപ്പോൾ ഒരു ഹെസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിരിക്കുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഈ മനുഷ്യക്കുരുതി നടക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് അതിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ടല്ലോ. മോർണിംഗ് കൃഷ്ണ പറഞ്ഞതുപോലെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കുള്ള ഇസ്രായേലിന്റെ വ്യോമാക്രമണം വലിയ തോതിൽ ഇപ്പോഴും തുടരുകയാണ്. മരണനിരക്ക് വല്ലാതെ കൂടുകയാണ്. ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ട് അവരുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം ഖുബൈസി കൊല്ലപ്പെട്ടു. ഇത് ലെബനൻ ഗവൺമെന്റും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അബു മൂസ എന്ന പേരിലായിരുന്നു ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തോടൊപ്പം 2 ഹിസ്ബുള്ള കമാൻഡർമാരും ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ചർച്ച ചെയ്യുവാൻ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇന്ന് ന്യൂയോർക്കിൽ പ്രാദേശിക സമയം 11 മണിയോടുകൂടി ചേരും. 1,00,000 പേരെങ്കിലും ലെബനിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ലെബനൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ US ഉന്നതതല ഉദ്യോഗസ്ഥരുമായി ലെബനൻ പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയും ഉണ്ടാകും. അതേസമയം ഇസ്രായേലിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം തടയുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആരോപിച്ചിരിക്കുകയാണ്. തുടർച്ചയായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിച്ചതായും യോവ് ഗാലന്റ് പറയുന്നു. ലെബനൻ ജനതയ്ക്കോ ലോകത്തിനോ ലെബനൻ മറ്റൊരു ഗസയാകുന്നത് കണ്ടിരിക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗട്ടറസ് പറഞ്ഞത്. US പ്രസിഡന്റ് ജോ ബൈഡനും ഐക്യരാഷ്ട്രസഭയിലെ തന്റെ പ്രസംഗത്തിൽ ലെബനനിലെ വിഷയം പരാമർശിച്ചാണ് പോയത്. ലെബനനിൽ സമാധാനത്തിന്റെ വഴികൾ തേടണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല. സംഘർഷം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നയതന്ത്രവാതിലുകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്നാണ് ജോ ബൈഡൻ പ്രതീക്ഷ വയ്ക്കുന്നത്. അതേസമയം ഇപ്പോൾ ന്യൂയോർക്കിൽ ഈ ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ ലെബനൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ ഹബീബ് ബൈഡന്റെ പ്രസംഗത്തെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. ശക്തമായ ഭാഷയിലല്ല ബൈഡൻ സംസാരിച്ചത്. പ്രത്യേകിച്ച് ഉറപ്പും ഒന്നും ബൈഡന്റെ പ്രസംഗത്തിലില്ല. പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ലെബനനിൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണെന്നാണ് മന്ത്രി അബ്ദുൾ ഹബീബ് ഇന്ന് ന്യൂയോർക്കിൽ പറഞ്ഞത്. കൃഷ്ണ, പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അറുതി വരുന്നില്ല. അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ ഇതിന് ഒരു അയവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരക്കര, ന്യൂജേഴ്സിയിൽ നിന്ന്.